ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുരുഷൻ്റെ സ്നേഹം ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 6 കോംപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ്, 6 ടൈപ്പ് ഓഫ് കോംപ്ലിമെൻറ്റ്സ്. ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുരുഷന് കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷേ ഏത് ഏരിയയിലാണ് ഞാൻ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വിട്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാവുന്നതാണ്. ഇനി തീരെ കോംപ്ലിമെൻ്റ് ചെയ്യാത്ത ആളുകളും വീഡിയോ കാണുക. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അവരുടെ സ്നേഹം കൂടുതൽ ലഭിക്കാനും അവർ നിങ്ങളെ കൂടുതലായിട്ട് കെയർ ചെയ്യാനൊക്കെ ഈ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അവരോട് കുറച്ച് കൂടുതൽ ആരാധന തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്ത് നിന്നും തോന്നുമ്പോൾ അതിനെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആരാധന തോന്നുന്ന തരത്തിലുള്ള ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവർ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുട്ടികളുടെ കൂടെ കളിക്കുന്നു. അത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ചിലപ്പോൾ. ഇനിയിപ്പോൾ ഇത് നേരെ തിരിച്ചു ആവാട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ കുക്ക് ചെയ്യുന്നത് ഹസ്ബൻഡായിരിക്കാം, കുട്ടികളെ നോക്കുന്നത് ചിലപ്പോൾ വൈഫായിരിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കുക്ക് ചെയ്തതിന് അല്ലെങ്കിൽ കുട്ടികളെ നോക്കിയതിന് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആരാധന തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ പറയുകയാണെങ്കിൽ, ഫാമിലിനെ, കുട്ടികളെ, നിങ്ങളെ ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരിക, അത്തരത്തിലുള്ള ആക്ഷൻസൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കോംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അഭിനന്ദിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ജോലിയിലായിരിക്കാം, ജോലിയിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് നേടുന്ന സമയത്താവാം, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആണെങ്കിൽ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നതാവാം. അപ്പം അങ്ങനത്തെ പാഷനുമായി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം വലിയ വലിയ ആക്ഷൻസും വലിയ വലിയ കാര്യങ്ങൾക്കും കോംപ്ലിമെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ അഭിനന്ദിക്കാൻ തോന്നുന്ന നിമിഷങ്ങളൊന്നും വെറുതെ കളയാതിരിക്കുക. അത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ, നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ അഭിനന്ദിക്കുക. അത് അവർക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ചില സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും, ചില സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും, ചില സമയത്ത് നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യും, അല്ലേ? ചില സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണോ തോന്നുന്നത്, ആ ഒരു പോസിറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫീല് തോന്നുന്ന സമയത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ഇമോഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം. ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അങ്ങനെ ഇന്നത് സംഭവിച്ചപ്പോൾ, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എന്നുള്ള രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സും ആവാം. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് ആവാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ആവാം, എക്സൈറ്റ്മെൻ്റ് ആവാം, സേഫ്റ്റി ആവാം, പ്രൊട്ടക്ഷൻ ആവാം. ഇതൊക്കെ തോന്നുന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വയം ഒരു മതിപ്പ് തോന്നുക, ഇംപ്രസ്ഡ് ആയി എന്ന് തോന്നുക. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുക, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുക. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുന്ന സമയത്ത് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന സമയത്ത് വാക്കുകൾ കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു കെയറൊക്കെ ഫീൽ ചെയ്യും. അവർ ഒത്തിരി ടൈം നമ്മുടെ കൂടെ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങളുണ്ടായിരിക്കും. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു മതിപ്പ്, പ്രൗഡ് തോന്നുന്ന സമയത്ത് നമ്മളത് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കുക, ഒരു നന്ദി പോലെ അവരോട് പറയുക എന്നുള്ളതാണ്. അതും വളരെയധികം അവരുടെ ആ ഒരു ലവ് എനർജിയെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ബോഡിയുടെ സ്മെല്ലിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും ഒരു ബോഡിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ, അവർ നല്ല സ്പ്രേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്മെല്ലിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്, സാഹചര്യമാണെങ്കിൽ അത് ചെയ്യുന്നതും അവരുടെ ലവ് എനർജി ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന റോളിനെ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. യു ആർ അമേസിങ്. അത് എന്തിലും ആവാം. ഇപ്പോൾ കുട്ടികളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട്
ചിലപ്പോൾ നല്ലൊരു ഫാദർ ആണെന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ നല്ലൊരു ലവർ ആണ് എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിലാവാം. അങ്ങനെ ആ വ്യക്തിക്ക് നമുക്ക് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് റോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല റൈഡറാണ്, നല്ല ഷെഫാണ്, നല്ല ഫാദറാണ്, അതുപോലെ തന്നെ നല്ല ലവറാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറയാം. മെയിനായിട്ടുള്ള പോയിന്റ് ഐഡൻറ്റിറ്റി റോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 തരത്തിൽ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിക്കേ, ആ വ്യക്തി നിങ്ങളെ കൂടുതൽ തീവ്രമായിട്ട് സ്നേഹിക്കും എന്നുള്ളതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം, കൂടുതൽ തീവ്രമായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അഫർമേഷനുണ്ട്. ഒരു 21 ദിവസം അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ സ്നേഹം കുറഞ്ഞു എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ആ വ്യക്തി കൂടുതൽ ചേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ആ അഫർമേഷൻ എൻ്റെ പേഴ്സണലി എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരും. അത് ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് മനസ്സിൽ പറയുക. 21 ദിവസം ചെയ്താൽ മതി, തുടർച്ചയായിട്ട് ചെയ്യണം എന്നില്ല. 21 ദിവസം ചെയ്താൽ തന്നെ 100% റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്